ഓ വേണ്ട, കൊണ്ടുപോക്കോളാം. ചമ്മന്തി അരച്ചോ? ചമ്മന്തി ഉണ്ടോ? രണ്ട് സൈസ് കപ്പയാണ്. ഒരു മോളിനകത്തേ വന്താച്ചി പ്രിയങ്ങളെ, അമ്മ ഇന്ന് കപ്പ പുഴുങ്ങി പിന്നെ അയലക്കറി തന്നു കേട്ടോ. കറിയുടെ എണ്ണ എൻ്റെ കയ്യെ പറ്റി, കവറയിലൊക്കെ പറ്റി. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി പാല് വാങ്ങിച്ചു. നമ്മുടെ റാഗി സേമിയ തീർന്നായിരുന്നു, അത് മേടിച്ച് മേടിച്ചു. ഇതുവരെ ഗ്രീൻ പീസ് മുൻകുട്ടൻ്റെ ഫേവറേറ്റാണ്, മുത്തിന് ഇഷ്ടപോലെ. പിന്നെ വെളിച്ചെണ്ണ, സിപ്കോടെ വെളിച്ചെണ്ണ മേടിച്ചു. കംഫർട്ടബിൾ ലിക്വിഡ്, ഇത് എപ്പോഴും ആവശ്യമുള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ ഇതേ ഈ പാക്കറ്റ് ഇനി വാങ്ങിച്ചു. പിന്നെ പാല്, പിന്നെ വന്നപ്പോഴേ നമുക്ക് ചോറിരിപ്പില്ല, അതുകൊണ്ട് ഞാൻ വന്നപ്പോഴേ ചോറിനുള്ള വെള്ളം അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അരി അങ്ങോട്ട് തിളപ്പിച്ച് റൈസ് കുക്കറിനകത്ത് എടുത്ത് വെച്ചിട്ട് കുളിച്ച് ജപിച്ച് വരാം എന്ന് വിചാരിച്ചു. വീടൊക്കെ ഒന്ന് തൂത്ത് വാരണം തിരി കത്തിക്കുന്നതിന് മുമ്പേ. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്. ഫോണിന് ചാർജില്ല, അതുകൊണ്ട് ഫോൺ കുത്തിയിടാൻ പോവാണ്. ഇന്ന് ദൈവം തന്ന ഒരു വലിയ സന്തോഷമുണ്ട്. അത് ഫോണിന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞാൽ നിൽക്കത്തില്ല. ഫോൺ ചാർജ് ആവട്ടെ, ഞാനപ്പോഴത്തേക്ക് കുളിച്ച് ജപിച്ച് സുന്ദരി കുട്ടിയായിട്ട് വന്നിരുന്നു പറയാതെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് വന്ന് എൻ്റെ പ്രിയങ്ങളോട് പറയുന്നതായിരിക്കും. മോനുകുട്ടൻ വന്ന ഉടനെ സൈക്കിളും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇരുട്ടുന്നതിന് മുമ്പ് എൻ്റെ ജോലികളൊക്കെ തീർക്കട്ടെ പ്രിയങ്ങളെ, എന്നിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം. ഫോൺ ചാർജ് ചെയ്യട്ടെ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെന്നും സ്തുതിക്കും പാപത്തിൻ ശാപത്തിൽ നിന്നും എൻ്റെ പ്രാണനെ കാത്തവനെന്നും. പാരിൽ തന്നൻപിനു തുല്യമില്ലൊന്നും, ഞാനെന്നും സ്തുതിക്കും. അപ്പോൾ കുളിയും ജപമൊക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ പ്രിയങ്ങളോട് പറയാമെന്ന് പറഞ്ഞ സന്തോഷങ്ങളാണ് ഈ നിരന്നിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. 3 ജോഡി ഡ്രസ്സുണ്ട് പ്രിയങ്ങളെ. ഒരു സാരി ഉണ്ട്, പിന്നെ ദേ വളയും മാലയും കമ്മലും സ്ലൈഡും, പിന്നെ പെൻസിലും പേനയും, 2 ബുക്ക്, പിന്നെ 2 പെർഫ്യൂം, ഒരു യാഡ്ലിയുടെ പോക്കറ്റ് സ്പ്രേയും അല്ലാത്തൊരു സ്പ്രേയും. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് കാണിക്കാൻ മറന്നു പോയതാണ്. ഷോർട്ട് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ എല്ലാം ഷോർട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എനിക്ക് അയച്ചു തന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആതിരക്കുട്ടിയാണ്. ആതിരക്കുട്ടി എനിക്ക് ഇടയ്ക്ക് സ്വിഗ്ഗിയിൽ നിന്നൊക്കെ ഇതുപോലെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാഴ്സൽ അയക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം ഞാനിവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി അത് കഴിച്ച് തീർക്കണം. അത്രയും സാധനങ്ങളായിരിക്കും ഓർഡർ ചെയ്ത് അയച്ചു തരുന്നത്. രാവിലെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഒരു പാഴ്സൽ വന്നു. അതിനകത്ത് സാരിയും നമ്മുടെ ഈ ഓർണമെൻറ്റ്സിൻ്റെ ബോക്സും പിന്നെ ഒരു പെൻസിലിൻ്റെ ഒരു പൗച്ചുമായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട്, ഇല്ല ഹാപ്പി ജാമിൻ്റെ പരസ്യത്തിൽ പറയുന്ന പോലെ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുമായിരുന്നു ഞാൻ. അങ്ങനെ ഇരുന്നപ്പോഴാണ് അടുത്ത പാഴ്സൽ വന്നത്, ചുരിദാറിൻ്റെയൊക്കെ കൂടെ. അന്നേരം ഞാൻ ആതിരക്കുട്ടിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ എനിക്ക് വന്ന മറുപടി ഞാൻ എൻ്റെ പ്രിയങ്ങളെ ഇപ്പം കേൾപ്പിക്കാവേ. ആതിരക്കുട്ടിയെ രാവിലെ തൊട്ട് സമ്മാനപ്പൊതികൾ മേടിച്ച് എൻ്റെ കൈ കുഴപ്പി. എനിക്കല്ലേ തന്നെ കൈക്ക് വേദനയായിരുന്നു. ഇപ്പോൾ കൈക്ക് വേദന അങ്ങ്
സാധനങ്ങളായിട്ട് അതിനെ കുട്ടി ഈ കാശ് മുടക്കി ഇങ്ങനെ അയച്ചത്? എന്തുവാ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാതെ ഒന്നുമല്ല. ഒരുപാട് സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്. അങ്ങനെ ആയിരിക്കും. പക്ഷെ എനിക്ക് ചെറിയൊരു വിഷമം, ഇത്രയും പൈസയൊക്കെ എന്തിനാ അതിനെ കുട്ടി മുടക്കുന്നേ എന്നാണ് എൻ്റെ ഒരു വൈക്ലഭ്യം. എനിക്ക് 2 മറുപടികൾ അയച്ചു. അതിൽ ഒരു മറുപടി ഞാൻ കേൾപ്പിച്ചു. ചെലവാണോ എന്റെ കുട്ടിക്ക് വേണ്ടിയാണ്? ദൈവമേ. അപ്പോ എനിക്ക് എന്താ പറയുന്നേ, എനിക്കറിയില്ല എന്താ പറയണ്ടേ. എനിക്ക് വാക്കുകൾ, നമുക്ക് ഹൃദയം സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ മുറിഞ്ഞു പോകുമ്പോൾ ഞങ്ങളെ നമുക്ക് വാക്കുകൾ കിട്ടാതെ വരും കേട്ടോ. സത്യമാണ്. എന്നെങ്കിലും എൻ്റെ ആതിരക്കുട്ടി എൻ്റെ മുമ്പിൽ വന്ന് എനിക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം, ഉണ്ടാക്കും. അപ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ എല്ലാം കൂടെ സ്നേഹം ഞാൻ കെട്ടിപ്പിടിച്ചൊരു 10,000 ഉമ്മ കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ അതിന് ദൈവം അനുവദിക്കട്ടെ. എൻ്റെ പ്രിയങ്ങളും പ്രാർത്ഥിക്കണം. ആതിരക്കുട്ടി എനിക്കൊന്ന് നേരിട്ട് കാണാനും എൻ്റെ ഈ സ്നേഹം ഇമ്മിണിയെങ്കിലും അങ്ങോട്ടൊന്ന് ഇറക്കി വയ്ക്കണം കേട്ടോ. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. അപ്പോൾ ഈ സമ്മാനങ്ങളെല്ലാം എൻ്റെ പ്രിയങ്ങളെ കാണിച്ചത് എൻ്റെ സന്തോഷം കൊണ്ടാണ്. ആതിരക്കുട്ടി പറഞ്ഞിട്ടല്ല, ആതിരക്കുട്ടി പറയാറുമില്ല. ഞാൻ എൻ്റെ സന്തോഷം കൊണ്ടാണ് പറഞ്ഞത്. ഇതിനകത്ത് വന്ന് ദയവ് ചെയ്ത് എന്നെ ആതിരക്കുട്ടി ഒന്ന് നെഗറ്റീവ് പറയരുത്. ഇതൊക്കെ സൗഹൃദം, സ്നേഹം, സന്തോഷം, കൂടപ്പിറപ്പ് സ്നേഹം, ഇതൊക്കെ തന്നെയാണ്. മുജ്ജന്മ ബന്ധം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളത് തന്നെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇത്രയും എനിക്ക് വേണ്ടിയിട്ട് മെനക്കെടണോ? വേണ്ട. ശരിക്കും പറഞ്ഞ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കാലചക്രം ഇങ്ങനെ ഉരുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് എവിടെയൊക്കെയോ ആരൊക്കെയോ നമുക്ക് സ്നേഹിക്കാനും പങ്കുവെക്കാനും കരുതൽ കാണിക്കാനും ഒക്കെ കാത്തിരിപ്പുണ്ട്. അവരെല്ലാം കണ്ട് കേട്ട് അവരുടെയൊക്കെ സ്നേഹം അറിഞ്ഞ് അതിനൊക്കെ അപ്പുറം നമ്മളെ ദ്വേഷിക്കാനും കുറ്റപ്പെടുത്താനും ശത്രുത കാണിക്കാനും ഒക്കെ ഇതേപോലെ ആരൊക്കെയോ നമുക്ക് വേണ്ടിയിട്ട് എവിടെയൊക്കെയോ ഇരിപ്പുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കും. അതുകൊണ്ട് ഇപ്പോൾ വേദനയിലും സങ്കടത്തിലും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ എവിടുന്നോ അടുത്തൊരു ജംഗ്ഷനിൽ അതായിരിക്കും കാത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കുള്ളത് സ്നേഹമായാലും സന്തോഷമായാലും ശത്രുതയായാലും നമ്മൾ വാങ്ങിച്ചുകൊണ്ടേ പോവും കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയങ്ങൾക്ക് ഇതിലേത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടത്, ഏത് മാലയാ, ഏത് വളയാ ഇഷ്ടപ്പെട്ട, ഇതൊക്കെ പറയാൻ മറക്കരുത് കേട്ടോ. ഞാനിതൊന്ന് ഇട്ട് നോക്കി പ്രിയങ്ങളെ. കൊതി കൊണ്ടാണ് ഇട്ടത് കേട്ടോ. കൊള്ളാല്ലേ? താങ്ക് യു സോ മച്ച് ആതിരക്കുട്ടി. എന്നെ ഇത്രയും സുന്ദരിയാക്കിയാണ് എൻ്റെ ആതിരക്കുട്ടിക്ക് ചക്കരും. ഇത്രയും കറക്റ്റ് അളവിന് ഞാൻ പോലും ഡ്രസ്സ് എടുത്താൽ പറ്റൂല കേട്ടോ. സത്യം. ഇച്ചിരി മെഴുക്കുവരട്ടിയുണ്ട്, നമുക്കതൊന്ന് റിമേക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മീനോ ചിക്കനോ ഒക്കെ കൂട്ടിയാലും എനിക്ക് എന്തെങ്കിലും ഒരു പച്ചക്കറി വേണം. തോരനായിട്ടും മെഴുക്കുവരട്ടിയായിട്ടും. അത് മാത്രം കഴിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇതാണ്. ഞാൻ ഇന്ന് രാവിലെ അപ്പവും ചിക്കൻ കറിയുമായിരുന്നു. ചിക്കൻ കറി എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത ചിക്കൻ കറി കേട്ടോ. ഒരുപാട് ചിക്കൻ ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ ഞാൻ അപ്പം ഉണ്ടാക്കിയ പാത്രം ഇതാണ് കേട്ടോ. ഇത് ഞാൻ നമ്മുടെ ഇടിയപ്പം മേക്കർ മേടിച്ചില്ലേ, ഇടിയപ്പം മേക്കർ ജനുവരിയിൽ ഓഫർ ഉള്ളപ്പോഴാണ് ഞാൻ വാങ്ങിച്ചത്. 2026 ജനുവരി തുടങ്ങിയപ്പോഴാണ് അതിന് ഓഫർ വന്നത്. അങ്ങനെ 2026 ജനുവരി ആയതുകൊണ്ട് 2026 രൂപയ്ക്കാണ് PG ഓണിൻ്റെ ആ ഒരു ഇടിയപ്പം മേക്കറും ഈ സ്റ്റീലിൻ്റെ തവയും കൂടെ നമുക്ക് ഓഫറിൽ കിട്ടിയത്. അപ്പോൾ ഞാനിത് എടുത്തിട്ടില്ലായിരുന്നു. ഇന്ന് ഞാൻ ഇതിനകത്ത് അപ്പം ഉണ്ടാക്കി കേട്ടോ. ഇത് സ്റ്റീലിൻ്റെ നോൺ സ്റ്റിക്ക് തവയാണ്. ഇപ്പോൾ ഓഫറില്ല കേട്ടോ. ഞാനത് കഴിഞ്ഞ് അജയണ്ണന് വേണമെന്ന് പറഞ്ഞു. അജയണ്ണന് വാങ്ങിക്കാൻ ഞാൻ പോയായിരുന്നു. ഇത് തന്നെ വാങ്ങിച്ചു.
കുറച്ച് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ആ മെഷീന്. ഇതിൻ്റെ ലുക്കൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഓഫറൊന്നുമില്ല. 2300 രൂപയായിരുന്നു. ഫാനൊന്നും കിട്ടിയില്ല കേട്ടോ. ചോറിനകത്ത് വെള്ളം കുറഞ്ഞായിരുന്നേ, വെന്തു. ഞാനപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു. ഞാൻ തിളയ്ക്കുമ്പോൾ നമുക്ക് വാർത്തിടും. എന്തുവാ അടുക്കി പെറുക്കി വെക്കണം, വലിച്ചു വാരി ഇടരുത്. ഞാനെല്ലാം ഒതുക്കിയതാ കേട്ടോ. മലയാള സെക്കൻഡോ? കുഞ്ഞോടെ വീട്ടില് കഴിച്ചിട്ട് വരാം. നാളെ സ്കൂളിൽ പോകണം. ജോലിക്ക് വന്നിട്ട് വേണം ട്യൂഷന് പോകണം. ഇന്ന് ട്യൂഷൻ ഇല്ലായിരുന്നു. ഇവിടെ ഒരാൾ മരിച്ചെന്നുള്ളത് എന്നിട്ട് പോവാം. നീ കഴിച്ചിട്ട് വരാം. അടുത്ത ദിവസം കാണാം. എന്താ ഫസ്റ്റ് പേഴ്സൺ ഓഫ് ദ ലൈഫ്. ചോറടങ്ങാൻ കളയാൻ വലുതായിരുന്നു. കപ്പ പുഴുങ്ങിയത് കഴിഞ്ഞത്. മഴ വീഴുന്നു പ്രിയങ്ങളെ, ഭയങ്കര മഴയായിരുന്നു ഇന്നിവിടെ കേട്ടോ. മീൻകറി വിളമ്പട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം. എനിക്ക് മോരുകറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ കഴിക്കട്ടെ പ്രിയങ്ങളെ. ഇന്ന് തന്ന എല്ലാ നന്മകൾക്കും എല്ലാ സന്തോഷങ്ങൾക്കും ദൈവത്തോട് നന്ദി. അതിന് കാരണക്കാരായ എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകിച്ച് എൻ്റെ ആതിരക്കുട്ടിയോടും ഒരുപാട് സ്നേഹം. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, പ്രാർത്ഥനകൾ. അപ്പോൾ വീണ്ടും നല്ല വിശേഷങ്ങളുമായിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ. ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.